ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മലയാളത്തിലെ 4ാമത്തെ ചാപ്റ്ററായ പിറന്നാൾ സമ്മാനത്തിലെ വർക്ക് ബുക്കിലെ പ്രവർത്തനങ്ങളാണ്. ഇന്ന് നമുക്ക് വർക്ക് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നോക്കേണ്ടത്. പിറന്നാൾ സമ്മാനം എന്നുള്ള പാഠഭാഗം നമ്മൾ ഫുൾ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ടീച്ചറായി ബട്ടനായിട്ട് മുകളിൽ കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് നോക്കിയാലോ. പിറന്നാൾ സമ്മാനം. നടക്കുന്നവ, പറക്കുന്നവ, ഇഴയുന്നവ. കുറച്ച് പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. കീരി, ആട്, പാമ്പ്, കാക്ക, പശു, മണ്ണിര, തത്ത. ഇതിൽ നടക്കുന്നവ ഏത്, പറക്കുന്നവ ഏത്, ഇഴയുന്നവ ഏത് എന്ന് നിങ്ങൾ എഴുതണം. കീരി, ആട്, നടക്കുന്നവ അവിടെ മഞ്ഞ കളർ കൊടുക്കണം. പശു, നടക്കുന്നവ, മഞ്ഞ കളർ കൊടുക്കണം. പാമ്പ്, മണ്ണിര, നീല കളർ കൊടുക്കണം. ഇഴയുന്നവയാണല്ലേ. കാക്ക, തത്ത, പറക്കുന്നവയാണല്ലേ. അപ്പോൾ അവിടെ ചുവന്ന കളർ കൊടുക്കണം. കൊടുത്തോ? ഓക്കെ, ഇതിൽ ഒന്നിനെ വരയ്ക്കൂ. ഞാനിവിടെ തത്തമ്മയെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളിനെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. വായിക്കാമോ? അലറലോടലറലാണ് ആലയിൽ കാലികൾ. ആരാ? ഒരു തേനീച്ച പറയുവാണേ. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ? വായിക്കണേ മക്കളെ. അത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കൂ. ഓക്കെ, അടുത്ത പേജ് നോക്കിയേ. നാരകത്തിലെ മുത്ത്. മുത്ത് നാരകത്തിൽ നിൽക്കുന്ന കണ്ടോ മക്കളെ? കണ്ടല്ലേ? ആ നാരകത്തിൽ അങ്ങനെ മുത്ത് നിൽക്കുക. അപ്പം ആരൊക്കെയാ നോക്കി നിൽക്കുന്നേ? ആ പട്ടിക്കുട്ടിയുണ്ട്, നമ്മുടെ കോഴിയമ്മയുണ്ട്, പിന്നെ പൂച്ചയുണ്ട്, താറാവുണ്ട്, എല്ലാവരും ഉണ്ടല്ലേ. അപ്പോൾ താറാവ് പറയുവാണേ, അതാ ആ മുത്ത് എനിക്ക് വേണം. എനിക്ക് ആ മുത്ത് വേണം. അപ്പം നായ്ക്കുട്ടി ചോദിക്കുക, എന്തിനാ മുത്ത്? അപ്പോൾ കോഴിയമ്മ പറയുക, അമ്മുക്കിടാവിന് സമ്മാനം നൽകാനാ. നമ്മൾ പഠിച്ചതാണല്ലേ. അമ്മുക്കിടാവിന് സമ്മാനം നൽകാനാന്ന് കോഴിയമ്മ പറയുവാണ്. അടുത്ത പേജ് നോക്കിയേ. മുത്ത് തേടി. മുത്ത് തേടി ഇങ്ങനെ അവർ നടക്കുക. ആരൊക്കെയാ നടക്കുന്നത്? പൂച്ച, താറാവ്, കോഴി, ആട് എല്ലാവരും ഉണ്ട്. അപ്പോൾ പൂച്ച ചോദിക്കുക, എവിടെ മുത്ത്? അപ്പം നമ്മുടെ താറാവ് പറയുക, ആ കൊമ്പിൽ. അപ്പോൾ ആട് പറയുക, കൊമ്പിൽ എവിടെയാ? ആട് ചോദിക്കുവാണല്ലേ, കൊമ്പിൽ എവിടെ ചോദിക്കുക. അടുത്ത പേജ് നോക്കിയേ. അപ്പോൾ നമ്മുടെ നായ്ക്കുട്ടി പറയുക, അറ്റത്ത്. അപ്പോൾ പൂച്ചക്കുട്ടി ചോദിക്കുക, അറ്റത്തെവിടെ? അപ്പോൾ നമ്മുടെ കോഴിയമ്മ പറയുവാണേ, ഇലയുടെ അടിയിൽ. എവിടെയാ മക്കളെ മുത്തു നിൽക്കുന്നത്? നാരകത്തിൻ്റെ ഇലയുടെ അടിയിലാണ് മുത്തു നിൽക്കുന്നത് അല്ലേ. നോക്കിയേ, ആര് പറിക്കും? അപ്പം എല്ലാവരും കൂടി ചോദിക്കും, ആര് പറിക്കും? അപ്പം നമ്മുടെ കൊച്ചു പൂച്ച പറയുവാണ്, ഞാൻ പറിക്കാം, ഞാൻ കയറാം. എന്ത് ചെയ്തു? വലിഞ്ഞു പിടിച്ച് നാരകത്തിൽ കയറി. മുള്ളു കൊണ്ടു, കൊച്ചു കാല് മുറിഞ്ഞു. കാലിടറി, കൊച്ചു പൂച്ച വീണു. കൊച്ചു പൂച്ചയ്ക്ക് വിഷമമായി. അപ്പോൾ നമ്മുടെ നായ്ക്കുട്ടി ചോദിക്കുവാണേ, ഇനി എങ്ങനെ പറിക്കും? മുത്തിനി എങ്ങനെ പറിക്കും? വിഷമമായി. അടുത്ത പേജ് നോക്കിയേ. മേലെ മേലെ. ആരൊക്കെയാ? ആടിനു മേളില് പട്ടി, പട്ടിക്കു മേളില് കോഴിയമ്മ, കോഴിക്കു മേളില് താറാവ്. എന്തിനാ? മുത്ത് പറിക്കാൻ കയറി നിൽക്കുവാണേ. അടിയിലാരാ? അടിയിലാരാണ്? ആട്. അടിയിൽ ആട്. ആടിന് മുകളിൽ പട്ടി, പട്ടിക്ക് മുകളിൽ കോഴി, കോഴിക്ക് മുകളിൽ താറാവ്. കൊച്ചു പൂച്ച കയറിയോ? കയറിയില്ല. ഓരോരുത്തരായി മേലെ മേലെ കയറി. കൊച്ചു പൂച്ച കയറിയില്ല. എന്താ? പേടിച്ചു. നാരകത്തിൽ കയറിയപ്പോൾ വീണില്ലേ. കൊച്ചു പൂച്ച വിഷമിച്ച് അവിടെ നിൽക്കുവാണേ. നോക്കിയേ, ചിരിയോ ചിരി. അപ്പോഴുണ്ടൊരു കീരി വന്നു. കീരി വന്നപ്പോൾ എല്ലാവരും കൂടി ഓടുന്നത് കണ്ടോ? പട്ടി കുരച്ചു ചാടി, കോഴി കൂവി. അടുത്ത ആളാരാ? ആട് ഓടി. താറാവ് വീണു. താറാവ് കരഞ്ഞു. കൊച്ചു പൂച്ച മാത്രം ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു. ഇവരെല്ലാം വീഴുന്നതും ഓടുന്നതൊക്കെ കണ്ടപ്പോൾ കൊച്ചു പൂച്ചയ്ക്ക് സന്തോഷമായി. കൊച്ചു പൂച്ച പൊട്ടിച്ചിരിച്ചു. പിറന്നാൾ സമ്മാനം. നമുക്ക് അറിയാമല്ലേ, പിറന്നാൾ സമ്മാനം എന്താ കിട്ടിയത്? പൂമ്പാറ്റ. പൂമ്പാറ്റയുടെ മുത്തം. ചേലുള്ള പൂമ്പാറ്റ വട്ടമിട്ട് പറന്നല്ലോ, മുത്തം ഒന്ന് കൊടുത്തല്ലോ അമ്മുവിനുമ്മ തേനും. നമ്മൾ പഠിച്ചതാണല്ലേ. അതെ. അമ്മുക്കിടാവിന് മുത്തം കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കൊള്ളാം കൊള്ളാം, മുത്തം കൊള്ളാം. പിറന്നാൾ സമ്മാനം മുത്തല്ല, മുത്തം. ആര് പറഞ്ഞു? നമ്മുടെ പട്ടി പറയുവാണേ, പിറന്നാൾ സമ്മാനം മുത്തല്ല, മുത്തമാണ്. അപ്പോൾ നമ്മുടെ അമ്മുക്കിടാവ് പറയുവാണ്, 1ാം തരം മുത്തം തന്നെ. 1ാം തരം മുത്തം തന്നെ എന്ന് പറയുവാണ്. അടുത്ത പേജ് നോക്കിയേ. പശു പശു. പശുവിനോട് കർഷകൻ എന്തായിരിക്കും പറഞ്ഞത്? എന്തായിരിക്കും മക്കളെ പറഞ്ഞത്? പശു
നിനക്ക് വിശക്കുന്നുണ്ടോ? കുളിപ്പിച്ചിട്ട് തീറ്റ തരാം അല്ലേ? കുളിപ്പിച്ചിട്ട് നിനക്ക് തീറ്റ തരാമെന്ന് കർഷകൻ പറഞ്ഞു. അപ്പോഴേ പശു എന്ത് പറഞ്ഞു? എന്നെ നല്ലതുപോലെ കുളിപ്പിക്കണേ, വൃത്തിയായിട്ട് കുളിപ്പിക്കണേ എന്ന് പശു പറഞ്ഞു. കുളിപ്പിച്ചതിന് ശേഷം കർഷകൻ എന്ത് ചെയ്തു? പശുവിന് കാടി കൊടുത്തു. അപ്പോൾ അവിടെ എന്തെന്ന് എഴുതണം? പശുവിന് കാടി കൊടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? പശു കാടി കുടിക്കൂ. എന്നിട്ട് പശുവിനെ കറക്കാൻ പോവുകയാണ് കർഷകൻ. അപ്പോൾ പശു പറയുവാണേ, പാൽ അത്രയും കറക്കല്ലേ, എൻ്റെ കിടാവിന് കൂടി കുറച്ച് വെച്ചേക്കണേന്ന് ആര് പറഞ്ഞു? നമ്മുടെ പശുക്കിടാവ് പറഞ്ഞു. കൊള്ളാല്ലേ? അടുത്ത് നോക്കിയേ. വിരൽ ചിത്രങ്ങൾ. വിരലിൻ്റെ കുറേ പടങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാം മക്കളെ. നമ്മുടെ ആട്, കോഴി, താറാവ്, തത്തമ്മ, കൊച്ചുപൂച്ച ഒക്കെ വരയ്ക്കാം. ടീച്ചർ അവിടെ ഒരു കൊച്ചുപൂച്ച വരച്ചത് കണ്ടോ? ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരച്ച് ചേർക്കാവുന്നതാണ്. ഓക്കെ മക്കളെ. അപ്പോൾ നമ്മുടെ ചാനലിൽ പിറന്നാൾ സമ്മാനം, 4ാമത്തെ ചാപ്റ്ററായ പിറന്നാൾ സമ്മാനം, പിന്നെ അതുപോലെ തന്നെ 5ാമത്തെ ചാപ്റ്ററായ മണ്ണിലും മരത്തിലും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ വർക്ക് ബുക്കിൻ്റെയും കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. വർക്ക് ബുക്ക് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്